Class 5 English. Class 5 English. Hi everyone, welcome to our English class for 5th standard students. Today I am going to start the last poem in the Bazaars of Hyderabad. In the Bazaars of Hyderabad by Sarojini Naidu. Okay? Have you heard this name, Sarojini Naidu? Who is Sarojini Naidu? Yes. She is known as the Nightingale of India. The Nightingale of India എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് Sarojini Naidu. The poem in the Bazaars of Hyderabad is a brilliant piece. It's a brilliant piece of writing by the Indian woman poet Sarojini Naidu. അതിനു മുമ്പ് സരോജിനി നായിഡുവിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാമെന്ന് നോക്കാം. ഷീ ഈസ് എ മേജർ പൊളിറ്റിക്കൽ ഫിഗർ ഇൻ ദ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ്. ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റിലെ ഏറ്റവും പൊളിറ്റിക്കൽ ഫിഗറായിട്ട് മേജറായിട്ട് നിൽക്കുന്ന പൊളിറ്റിക്കൽ ഫിഗറായിട്ടാണ് സരോജിനി നായിഡു. ദെൻ പിന്നെ എന്ത് കാര്യമാണ്? ഷീ വാസ് എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ദെൻ ഇനിയുമുണ്ട് കുറെ കാര്യങ്ങളുണ്ട്. ദെൻ ദ ഫസ്റ്റ് വുമൺ ഗവർണർ, ആദ്യത്തെ വുമൺ ഗവർണർ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ആദ്യത്തെ അതായത് വുമൺ ഗവർണറായിട്ട് ആരായിരുന്നു? സരോജിനി നായിഡു. ഈ നിലകളിലെല്ലാം സരോജിനി നായിഡു അറിയപ്പെടുന്നു, നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ. Then the poem was written as a part of the Swadeshi movement. സ്വദേശി മൂവ്മെന്റിന്റെ ഒരു പാർട്ടായിട്ടാണ് ഈ പോയം എഴുതിയത് എന്ന് നിങ്ങൾ ഇപ്പൊ ഓരോ പോയം എഴുതാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പം ആ കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ഡ്യൂറിംഗ് ദാറ്റ് ഫ്രീഡം മൂവ്മെന്റ് the Indians decided to boycott European merchandise and use the Indian products instead. അതായത് സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ പോയം എഴുതിയത്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ ഫ്രീഡം മൂവ്മെന്റില് ഇന്ത്യൻസ് എല്ലാവരും അതായത് ഫോറിൻ പ്രൊഡക്ട്സ് വേണ്ട എന്ന് ബോയ്ക്കോട്ട് ചെയ്തു. ഫോറിൻ പ്രൊഡക്ട്സ് വേണ്ട, ഇന്ത്യയിലുള്ള പ്രോഡക്ട്സ് മാത്രം നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളൊരു തീരുമാനമെടുത്തു. അതിന്റെ വെളിച്ചത്തിലാണ് ഈ പോയം എഴുതിയിരിക്കുന്നത്. The Sarojini Naidu wanted to convey the message that India is rich in tradition. സരോജിനി നായിഡു ഏത് ഒരു മെസ്സേജാണ് നമുക്ക് തരുന്നത്? ഇന്ത്യ ട്രഡീഷന്റെ കാര്യത്തിൽ വളരെ മുൻപിൽ തന്നെയാണ്. ട്രഡീഷൻ ആൻഡ് ദേ ഡോണ്ട് നീഡ് ദ ഫോറിൻ പ്രോഡക്ട്സ്. ഫോറിൻ പ്രോഡക്ട്സ് ഒന്നും ആവശ്യമില്ല. സോ ഷീ ഗോസ് ഔട്ട്. So she goes on to give a picture of a bazaar. അതുകൊണ്ട് നമുക്ക് അതായത് ഇന്ത്യയിലെ മാർക്കറ്റുകളുടെ ഒരു പിക്ചർ തരികയാണ്. ബസാർസ് വേർ ട്രഡീഷണൽ ഇന്ത്യൻ പ്രോഡക്ട്സ് ആർ റൂളിംഗ്. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള ഇന്ത്യൻ പ്രോഡക്ട്സുകൾ വിൽക്കുന്ന ഒരു തെരുവിലേക്ക് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. അതായത് ഇവിടെ ഇല്ലാത്ത ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഫോറിൻ പ്രൊഡക്ട്സിന്റെ ആവശ്യമില്ല. ഒരിടത്തും കിട്ടാത്ത സാധനങ്ങൾ ഇവിടെ കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫോറിൻ പ്രൊഡക്ട്സ് ഒന്നും നമുക്ക് ആവശ്യമില്ല എന്നുള്ളൊരു മെസ്സേജ് ഈ പോയത്തിലൂടെ അതായത് ഈ സ്വദേശി മൂവ്മെന്റിന്റെ സമയത്ത് എഴുതിയതാണ് ഈ പോയം. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഈ പോയം എഴുതാനുള്ള സന്ദർഭം നമ്മൾ മനസ്സിലാക്കണം. പോയം ഈസ് in the form of question and answer. ഈ പോയം ക്വസ്റ്റ്യനും ആൻസറും എന്നുള്ള രീതിയിലാണ് ഈ പോയം ഒരുക്കിയിട്ടുള്ളത്. The poet asked the question. ഇവിടെ പോയിന്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അതിന് ആൻസർ പറയുന്നത് the merchants. Okay, merchants ആണ് ആൻസർ പറയുന്നത്. Okay, so let us start. First answer. What do you sell, oh ye merchants? Richly your wares are display turbans of crimson and silver, tunics of purple brocade, mirrors with panels of amber, daggers with handles of jade,
ഞാൻ പറഞ്ഞല്ലോ, പോയിന്റ് ആണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. വാട്ട് ഡു യു സെൽ ഓ എ മർച്ചന്റ്സ്? എന്താണ് നിങ്ങൾ ഇവിടെ വിൽക്കുന്നത്? റിച്ച്ലി യുവർ വെയേഴ്സ് ആർ ഡിസ്പ്ലേ. ഇപ്പൊ ഇവിടെ പറഞ്ഞ the poem begins with the poet question to the merchants about what they are selling. She sees that the goods are displayed nicely to attract the buyers. The merchants reply that they are selling the crimson and silver colored turbans, purple brocade tunics, mirrors with amber frame and daggers with the handle made of jade. അതായത് എന്തൊക്കെയാണ് ഇവിടെ മർച്ചന്റ്സിനോട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് നിങ്ങളിവിടെ വിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ടർബൻ അറിയാലോ, തലയിൽ കെട്ടുന്നത്. ടർബൻസ് ഓഫ് ക്രിംസൺ ആൻഡ് ക്രിംസൺ മീൻസ് ഡീപ് റെഡ് കളറാണ്. അതുപോലെ സിൽവർ കളറിലുള്ള നല്ല ടർബനുകളുണ്ട്. ടൂണിക്സ് മീൻസ് ലൂസ് ഗാർമെന്റ്സ്, അതായത് അയഞ്ഞ കുപ്പായങ്ങൾ. ടൂണിക്സ് ഓഫ് പർപ്പിൾ ബ്രൊക്കേഡ്, നല്ല ബ്രൊക്കേഡ്, അതായത് അതേ നന്നായിട്ട് നല്ല തുന്നലുള്ള നല്ല പർപ്പിൾ കളറുള്ള ടൂണിക്സ് ഉണ്ട്. മിറേഴ്സ് വിത്ത് പാനൽസ് ഓഫ് ആംബർ. പാനൽ മീൻസ് തിൻ ബോർഡ്സ് ഓഫ് ആംബർ. ആംബർ മീൻസ് ഒരു ഗമ്മാണ്, യെല്ലോ ബ്രൗൺ കളറിലുള്ള ഗമ്മാണ്. Then daggers with the handles of jade. ജെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു പച്ച കളറിലുള്ള ഒരു സ്റ്റോൺ ആണ്. അപ്പൊ ഡാഗേഴ്സ് എന്ന് പറഞ്ഞാൽ കുള്ളന്മാർ, പൊക്കമില്ലാത്തവർ, അവർക്ക് അങ്ങനെയുള്ള കുള്ളന്മാരുണ്ട്. അവരെങ്ങനെയാണ്? ഡാഗേഴ്സ് വിത്ത് ഹാൻഡിൽസ് ഓഫ് ജെയ്ഡ്. അവർക്ക് പച്ച കളറിലുള്ള ഒരു കല്ലുകൊണ്ടുള്ള ഹാൻഡിൽസ് ഉണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാമാണ് ഞങ്ങളിവിടെ വിൽക്കുന്നത്. ഓക്കെ, അപ്പൊ മർച്ചന്റ്സിനോട് ചോദിച്ചപ്പോൾ അപ്പൊ അവിടെ എന്തെല്ലാം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത സ്റ്റാൻസയിൽ പോയിട്ട് വെൻഡേഴ്സിനോട് ചോദിക്കുകയാണ്. നോക്കാം എന്താണ്. What do you weigh? Oh, ye vendors, saffron and lentil and rice. What do you grind? Oh, ye maidens. അപ്പൊ ആദ്യം കടക്കാരോട് എന്താണ് ചോദിക്കുന്നത്? സഫ്രോൺ ആൻഡ് ലെന്റിൽ ആൻഡ് റൈസ്. അതായത് എന്താണ് നിങ്ങളിവിടെ? ദ പോയറ്റ് ദെൻ വിസിറ്റ് ദ വെൻഡേഴ്സ്, മെയ്ഡൻസ് ആൻഡ് ദ പെഡ്ലേഴ്സ്. 3 പേരെ കാണുന്നുണ്ട്, വെൻഡേഴ്സ്, മെയ്ഡൻസ് ആൻഡ് പെഡ്ലേഴ്സ്. Then she asked the vendors that they are weighing for sale. അതായത് എന്തൊക്കെയാണ് നിങ്ങൾ ഇവിടെ തൂക്കി കൊടുക്കുന്നത്? The vendors reply that, vendors എന്താണ് മറുപടി പറയുന്നത്? That they are weighing saffron. They are saffron, lentil and rice. കുങ്കുമം, അതുപോലെ lentil മീൻസ് ദാൽ, പയർ ആൻഡ് റൈസ്, അരി. ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അവരവിടെ തൂക്കി കൊടുക്കുന്നത്. Then what do you grind? Okay, the poet then asked the maiden girls. പിന്നീട് മെയ്ഡൻ ഗേൾസ് മീൻസ് അൺമാരീഡ് ഗേൾ, അതായത് കല്യാണം കഴിക്കാത്ത അവിവാഹിതരായിട്ടുള്ള ഗേൾസ് ആണ്. വാട്ട് ദേ ആർ ഗ്രൈൻഡിങ്? എന്താണ് നിങ്ങൾ ഇവിടെ അരയ്ക്കുന്നത്, ഗ്രൈൻഡ് ചെയ്യുന്നത് എന്താണ്? ദേ റിപ്ലൈ ദാറ്റ് ദേ ആർ ഗ്രൈൻഡിങ് സാൻഡൽവുഡ്, ഹെന്ന ആൻഡ് സ്പൈസസ്. എന്തൊക്കെയാണ്? ചന്ദനം, അതുപോലെ തന്നെ ഹെന്ന മൈലാഞ്ചി, അതുപോലെ സ്പൈസസ് സുഗന്ധവ്യഞ്ജനങ്ങൾ. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് അവരവിടെ അരച്ചുകൊണ്ടിരിക്കുന്നത്, ഗ്രൈൻഡ് ചെയ്യുന്നത്. ദെൻ വാട്ട് ഡു യു കോൾ ഓ എ പെഡ്ലേഴ്സ്? പിന്നെ എന്താണ് പറയുന്നത്? പെഡ്ലേഴ്സിനോട് പറയുന്നതാണ് എന്താണ് നിങ്ങൾ വിളിക്കുന്നത്. അതായത് and now the peddlers are asked what they are calling as their trade cry. അതായത് നമ്മൾ കാണാറുണ്ട് ഈ മാർക്കറ്റിലോട്ടൊക്കെ ചെല്ലുമ്പം ഇത്ര രൂപയ്ക്ക് ഇന്നത് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറയുന്നത് അല്ലേ. അപ്പം നിങ്ങൾ എന്താണ് വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ചെസ്മാൻ ആൻഡ് ഐവറി ഡൈസ്. ദേ സേ ദാറ്റ് ദേ ആർ സെല്ലിംഗ് ചെസ്മാൻ. അവരെന്താണ് വിൽക്കുന്നത്? ചെസ്മൻ ആൻഡ് ഡൈസ്. അതായത് ചെസ് കളിക്കുന്ന ചെസ്മെനും അതുപോലെ തന്നെ ഐവറി ഡൈസ്, ആനക്കൊമ്പ് കൊണ്ടുള്ള ഫോർ ദ ഗെയിമിന് വേണ്ടിയുള്ള ചെസ്മെന്, അതുപോലെ തന്നെ അതിൻ്റെ
ബോർഡും ഡൈസും ഒക്കെയാണ് വിൽക്കുന്നതെന്നാണ് പെഡ്ലേഴ്സ് മറുപടി പറയുന്നത്. ഓക്കെ, ദെൻ ഇനി വാട്ട് ഡു യു മേക്ക്? ഓ, എ ഗോൾഡ് സ്മിത്ത്, റിസ്ലെറ്റ് ആൻഡ് ആംഗ്ലെറ്റ് ആൻഡ് റിംഗ്, bells for the feet of blue pigeons, frail as a dragonfly's wing, girdles of gold for the dancers, scambards of gold for the king. എന്താ പറയുന്നത്? The poet now goes up to the goldsmith. ഇനി ഗോൾഡ്സ്മിത്തിന്റെ അടുക്കലേക്കാണ് പോകുന്നത്. And ask them why they are making. അവരോട് ചോദിക്കുന്നു, എന്താണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്? They are making wristlet, anklet and ring to the feet of anklet and ring to adorn us, and bells to be tied to the feet of blue pigeons. അതായത് റിസ്ലെറ്റ്, കയ്യിൽ കെട്ടുന്ന ചെയിൻ, അതുപോലെ കാലിൽ കെട്ടുന്നത് ആംഗ്ലെറ്റ് ആൻഡ് റിംഗ്, ഇതെല്ലാം ആണ് ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ബെൽസ് ഫോർ ഫീറ്റ് ഓഫ് ബ്ലൂ പീജിയൻസ്, നീലപ്രാവുകളുടെ ഫീറ്റിൽ കെട്ടുന്ന മണി. ഫ്രെയിൽ ആസ് എ ഡ്രാഗൺ ഫ്ലൈസ് വിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻഡ് ദ വിങ്സ് ആൻഡ് ദ ബെൽസ് ആർ തിൻ. ആ കെട്ടുന്ന മണികൾ അതുപോലെ തന്നെ തിന്നാണ്, വളരെ കട്ടി കുറഞ്ഞതാണ്. ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആസ് ദ വിങ്സ് ഓഫ് എ ഡ്രാഗൺ ഫ്ലൈ. ഒരു ഡ്രാഗൺ ഫ്ലൈയുടെ വിങ്സ്, ചിറക് എന്തുമാത്രം ലൈറ്റാണ് അതുപോലെ ലൈറ്റാണ് ആ ബെല്ലുകൾ. ഓക്കെ, ദെൻ ഗേർഡിൽസ്. ഗേർഡിൽസ് മീൻസ് അരപ്പട്ട. ഗേർഡിൽസ് ഓഫ് ഗോൾഡ് ഫോർ ദ ഡാൻസേഴ്സ്. ഡാൻസേഴ്സിനുള്ള അരപ്പട്ടകളുണ്ട്. സ്കാംബാർഡ്, എ കവർ മെയ്ഡ് ഫോർ ദ സ്വോർഡ്. അതായത് വാളിടുന്ന ആ ഒരു കവറാണ്. അറിയാലോ, രാജാക്കന്മാരുടെ ഒക്കെ കയ്യിൽ ആ കവറിൽ നിന്നൂരിയാണ് വാളെടുക്കുന്നത്. അപ്പം അതിന് പറയുന്ന പേരാണ് സ്കബാർഡ്സ് ഓഫ് ഗോൾഡ് ഫോർ ദ കിങ്. രാജാക്കന്മാരുടെ സ്വോർഡ് ഇടുന്നതിനുള്ള കവറുണ്ട്. അപ്പം ഇല്ലാത്തതൊന്നുമില്ല അല്ലേ? അപ്പം ഇതെല്ലാം ഗോൾഡ് സ്മിത്തിന്റെ അടുക്കൽ ഉണ്ട്. ദെൻ ലാസ്റ്റ് സെഷൻ, വാട്ട് ഡു യു ക്രൈ? ഓ, എ ഫ്രൂട്ട്മെൻ, സിട്രൺ, pomegranate and plum. What do you play? Oh, musicians, sitar, sarangi and drum. What do you chant? Oh, magicians, spells for the aeons to come. നോക്കിയേ, എവിടെയൊക്കെ പോകുന്നുണ്ട്? ഫ്രൂട്ട്മെൻ, മ്യൂസീഷ്യൻസ്, മജീഷ്യൻസ് അല്ലേ? The poet now asks the fruit seller, what fruits are they selling? ഫ്രൂട്ട്മെന്നോട് എന്താ ചോദിക്കുന്നത്? What fruits are they selling? എന്തെല്ലാം ഫ്രൂട്ട്സ് ആണ് നിങ്ങൾ സെല്ല് ചെയ്യുന്നത്? They answer that they are. അപ്പൊ അവർ പറയുന്ന ആൻസറുകൾ എന്തൊക്കെയാണ്? സിട്രൺ, പോംഗ്രാനേറ്റ്, മാതളം, പ്ലം, ഇതൊക്കെയാണ് വിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട്. Then the poet asks the musicians what instruments they are playing. മ്യൂസീഷ്യൻസിന്റെ അടുത്ത് എന്ന് ചോദിക്കുന്നുണ്ട്, എന്തെല്ലാം ഇൻസ്ട്രുമെന്റ്സ് ആണ് നിങ്ങൾ പ്ലേ ചെയ്യുന്നത്? അപ്പൊ അവർ പറയുന്നുണ്ട്, they reply that they are playing sitar, sarangi and drum. ഇതെല്ലാമാണ് ഞങ്ങൾ പ്ലേ ചെയ്യുന്നത്. After that the poet goes to the magicians. അവസാനമായിട്ട് മജീഷ്യൻസിന്റെ അടുക്കൽ വരുന്നു. എന്താണ്? What do you chant? Oh magicians, spells for the aeons to come. Their reply comes, he is chanting the spells to bring in aeons who would help him perform his magical tricks. അതായത് മജീഷ്യൻസിന്റെ അടുക്കലാണ് ഏറ്റവും അവസാനം. അപ്പൊ ലാസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് ഫ്രൂട്ട്മെൻ, പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്മെൻ, മ്യൂസീഷ്യൻസ് ആൻഡ് മജീഷ്യൻസ്. ഫ്രൂട്ട്മെനിന്റെ അടുത്ത് ചെന്നപ്പോൾ പ്ലം, പോംഗ്രാനേറ്റ്, സിട്രൺ ഇതൊക്കെയാണ് വിൽക്കുന്നതെന്ന് പറഞ്ഞു. മ്യൂസീഷ്യൻസിന്റെ അടുക്കൽ നിങ്ങൾ എന്തൊക്കെയാണ് പ്ലേ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ സിത്താർ, സാരംഗി, ഡ്രം ഇതൊക്കെ പറഞ്ഞു. ദെൻ മജീഷ്യൻസിന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? എന്താണ് നിങ്ങൾ ചാൻറ്റ് ചെയ്യുന്നത്? ചാൻറ്റ് മീൻസ് മന്ത്രം ഉരുവിടുക. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും അല്ലേ? അപ്പൊ അതിനാണ് ചാൻറ്റ് ചെയ്യുക, ഉരുവിടുക. ഓക്കെ, എന്താണ് നിങ്ങൾ ചാൻറ്റ് ചെയ്യുന്നത്? റിപ്ലൈ കംസ്, he is chanting the spells to bring in ions. Ions means divine power. ആ ഒരു ശക്തി, divine power, who would help him to perform his magical tricks.
കാരണം മജീഷ്യൻ എന്ന് പറയുന്നത് എപ്പോഴും ട്രിക്കുകളാണ് അല്ലെ. മജീഷ്യൻ എന്ന് പറയുന്നത് നമ്മളുടെ കൺകെട്ട് വിദ്യ എന്നാണ് ഇതിന് മലയാളം അല്ലെ. അപ്പൊ മാജിക്കൽ ട്രിക്സ് കാണിക്കണമെങ്കിലുള്ള ഒരു ശക്തി വേണം, നമുക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട്. അത് അതിനുവേണ്ടി അവർ പ്രത്യേകം പഠിച്ച് അതിനൊരു ഡിവൈൻ പവർ വേണം. ആ ഡിവൈൻ പവർ കിട്ടാനായിട്ട്, അതായത് ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പുമുള്ള ആ ഒരു പ്രാർത്ഥന, അതാണ് ഞങ്ങൾ ചാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഉരുവിടുന്നത്. അതാണ് ഏറ്റവും അവസാനം പറയുന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? സരോജിനി നായിഡു കൺവേ ദ മെസ്സേജ്. എന്താണ് മെസ്സേജ് പറയുന്നത്? ട്രഡീഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ട്രഡീഷനാണ് പറയുന്നത്. അതായത് ഇവിടെ ഒന്നിനും ഒരു കുറവുമില്ല. അതായത് നമ്മൾ ഫോറിൻ പ്രോഡക്ട്സ് ബോയ്ക്കോട്ട് ചെയ്യുക. ഇവിടെ ട്രഡീഷന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ തന്നെയാണ് നമ്മുടെ ഇന്ത്യ. അപ്പം ആ ഒരു എല്ലാം, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ ബസാറിലേക്ക് നോക്കിയാൽ അവിടെ കിട്ടാത്തതായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഇല്ല. സോ അപ്പം ആ ഒരു മെസ്സേജ്, ഇന്ത്യയുടെ ആ ഒരു ട്രഡീഷനാണ് ഇവിടെ പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ടോപ്പിക്. Then study well, study new words and read at least 3 times. Okay? And the next, ഇപ്പം നമ്മുടെ ടോപ്പിക്, അതായത് പോർഷൻസ് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ് മുതൽ 5ാം ക്ലാസ്സിന്റെ ക്ലാസ് വരുന്ന റിവിഷൻ ക്ലാസ്സുകളായിട്ടായിരിക്കും. ദെൻ റിവിഷൻ ക്ലാസ് ആണെന്ന് വിചാരിച്ച് ആരും കാണാതെ ഇരിക്കരുത്. റിവിഷൻ ക്ലാസ്സുകളിൽ ഞാൻ ഒന്നുകൂടി അതൊന്ന്, അതായത് ഓരോ ലെസൺ വിധമാണ്. ആ ലെസൺ ഒന്നുകൂടി പറയുന്നു. അതിനകത്ത് ഗ്രാമർ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. അതുപോലെ തന്നെ റിവിഷനകത്ത് എഴുതേണ്ട നോട്ട്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറയും. അത് നോട്ട്സ് ഞാൻ ഒരിക്കലും വേറെ സെൻഡ് ചെയ്ത് തരത്തില്ല. ഇതിനകത്തും തന്നെ, അതായത് ഈ വീഡിയോയിൽ പറയും, അത് നിങ്ങൾ എഴുതണം. സോ അതുകൊണ്ട് വീഡിയോ മസ്റ്റ് ആയിട്ട് കാണുക. സോ താങ്ക് യു.